ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പാശ്ചാത്യ നാടിലത്തെ ഒരുപാട് ആളുകൾ പറയുന്നത് ധാർമ്മികമായ മൂല്യങ്ങളുടെ തകർച്ച അത് പിടിച്ചു നിർത്താൻ ഇസ്ലാമിന് മാത്രമേ സാധിക്കുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം ഇസ്ലാമിന് വളരെ പ്രസക്തമായ ഒരു കാലഘട്ടമാണ്. അത് മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കണം. കാരണം ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് വന്നിട്ട് നമ്മളോട് അവരുടെ വിശ്വാസത്തിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ വീടിൻ്റെ കഥകിൽ തട്ടി വിളിച്ചിട്ട് വേണം പറയാൻ. മറിച്ച് മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം ഒരുപാട് ആളുകൾ നമ്മളോട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കണം. എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ ഇസ്ലാം, എന്താണ് അല്ലെങ്കിൽ തീവ്രവാദം, എന്താണ് ഭീകരവാദം, ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവസരങ്ങൾ നമുക്ക് ലഭിക്കും. മറിച്ച് ഈ അധപതനത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ അധാർമികതയെ പിടിച്ചു നിർത്താൻ ഏതെങ്കിലും ഒരു മതദർശനം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ദർശനം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമേ. ആ മനുഷ്യ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി നമ്മളത് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നമ്മളിത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. കാരണം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നന്മയിലൂടെ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം ഏതെങ്കിലും ഒരു വിഭാഗത്തിലുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ ചിന്തയാൽ 5 നേരം കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പള്ളിയിൽ പോണില്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് 1 ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ സക്കാത്ത് നൽകുന്നില്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കളവ് പറയാത്ത എത്രയോ മുസ്ലിങ്ങളുണ്ട്, വഞ്ചിക്കാത്ത മുസ്ലിങ്ങളുണ്ട്. വളരെ ചെറിയൊരു വിഭാഗം ചെയ്യുന്നതിൻ്റെ പാപഭാരം നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടേക്കാണ് എപ്പോഴും. അതിലൂടെ നമ്മൾ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ, സത്യവിശ്വാസികൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ വേണം കാണിക്കാൻ. പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് ചോദിച്ചില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? ഹുൽഖുഹു അൽ ഖുർആൻ, ഖുർആനായിരുന്നു ജീവിതം. അപ്പൊ ജീവിക്കുന്ന ഖുർആനുകളായിട്ട് നമുക്ക് തീരാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലൂടെ നമുക്കത് സാധിച്ചിരിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കാൻ സാധിച്ചാൽ ഇസ്ലാമിൻ്റെ പ്രസക്തി ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം അമേരിക്കയിലും യൂറോപ്പിലും ചൈനയിലും അതുപോലെ തന്നെ റഷ്യയിലെല്ലാം ഒരുപാട് ആളുകൾ ഇസ്ലാമിക വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. നിങ്ങളൊന്ന് ചിന്തിക്കണം. നമുക്ക് തൊഴിൽ ലഭിക്കാൻ ബുദ്ധിമുട്ട്, വീട് വാടകയ്ക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ട്, എയർപോർട്ടിൽ നമ്മൾ ഉപദ്രവം ഏറ്റുവാങ്ങുകയാണ്. എല്ലാ മേഖലകളിലും മുസ്ലിങ്ങൾ ഇത്രയധികം കഷ്ടതയും ബുദ്ധിമുട്ടും അവഹേളനവും സഹിച്ചിട്ടും ഇത് മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ആ വിശ്വാസം ഉപേക്ഷിച്ച് പോയത്. മറിച്ച് ഈ വിശ്വാസത്തോട്ടിലോട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇസ്ലാമിൻ്റെയും ഖുർആൻ്റെയും പ്രവാചക ഉത്ബോധനത്തിൻ്റെയും പ്രസക്തി. നമ്മൾ മുസ്ലിങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിങ്ങളായിട്ട് ജീവിതത്തിലൂടെ നമ്മൾ പ്രബോധനം നടത്തണം. താങ്കളുടെ ഉത്തരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ദൈവീക ദീനാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ജനങ്ങൾ വീണ്ടും വീണ്ടും ഇസ്ലാമിലോട്ട് വരുന്നത് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തീർച്ചയായും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള പ്രവാചകർക്കൊക്കെ പല അത്ഭുതങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു നൽകി. എനിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം ഖുർആനാണ്. ആ ഖുർആൻ കൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകൾ എൻ്റെ അനുയായികളായിരിക്കുമെന്ന് പ്രവാചകൻ അന്ന് പറഞ്ഞു, 1400 വർഷങ്ങൾ മുമ്പ്. അത് ഇന്നും പ്രസക്തമാണ്, യാതൊരു സംശയം.